ഹായ് ഹലോ രാവിലത്തെ റൊട്ടീനാണ് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ പോകണ തിരക്കിലാണ്. അപ്പോൾ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബീഫ് ഗ്രേവി വെക്കലും ചെറുപയർ ഉപ്പേരി വെക്കലും കുറച്ച് മട്ടൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ ശരി സ്കൂളിലേക്ക് എന്ന് വന്നപ്പോൾ കുറച്ച് ബീഫ് ചില്ലി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അത് ബീഫ് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങ പിന്നെ അറഫ ചില്ലി പൗഡർ കേട്ടോ. അത് അമ്മായി കൊണ്ടുവന്നതാണ്. അതൊക്കെ ഇട്ട് മിക്സാക്കി വെച്ചു. അപ്പോഴേക്കും മക്കളെ വേഗം കുളിപ്പിച്ചു. ചെറുതിന് പൂരിയാണ് പറഞ്ഞപ്പോൾ അവനക്ക് ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കലാണ്. പിന്നെ ഒരാൾക്ക് പൂരി മതി, സ്കൂളിലേക്കും പൂരി മതിയെന്ന്. പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ പൊതുവേ ഇങ്ങനെ ദോശയും പൂരിയും ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. ചോറ് തന്നെയാണ് കൊടുക്കാറ്. അപ്പോൾ ശരി രാവിലെ കഴിക്കാൻ വിചാരിച്ചാൽ രണ്ടും രണ്ട് വിധത്തിലാണ് കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ രണ്ടും രണ്ട് ഐറ്റംസ് ആയിട്ട് കൊടുക്കാറുണ്ടോ? ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഒരാൾക്ക് പൂരി പൊറോട്ട അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ഒരാൾക്ക് എന്നും ദോശയാണ്. അപ്പോൾ ഒരാൾക്ക് ദോശയും സാമ്പാറും, ഇന്നൊരാൾക്ക് മട്ടൻ ഗ്രേവിയും പൂരിയാണ്. അപ്പോൾ രാവിലെ അത് ചെറുതിനൊന്ന് കഴിക്കാൻ കൊടുത്തു. ഇതൊക്കെ ഈ രാവിലെ ഗ്യാപ്പിലുള്ള സമയത്ത് ചെയ്യുന്നതാണ് കേട്ടോ. വേഗം തുണിയൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു. ഇന്ന് മദർസയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കൂടുതൽ ഉറങ്ങിപ്പോയി. ഇല്ലെങ്കിൽ വലിയവൻ തന്നെ ഏകദേശം ചെറുതിനെയും കൂടി അയൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ ലഞ്ചിനാണ് കേട്ടോ. അപ്പോൾ ചില്ലിയും ചെറുപയർ ഉപ്പേരിയും, ഒരാൾക്ക് ചോറിൽ നെയ്യ് ഒഴിച്ചതാണ്, ഒരാൾക്ക് കറിയും. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി ബാഗൊക്കെ ആക്കി ഞങ്ങൾ റോട്ടിൽ പോകലാണ്. പിന്നെ ഓട്ടോ വരാൻ കുറച്ച് നേരം വൈകിയതുകൊണ്ട് രണ്ടും തൂണിൽ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാത്ത് നിന്നുമ്പോഴേക്കും 2 സെക്കൻഡ് ആകുമ്പോഴേക്കും ഓട്ടോ വന്നു. ഓട്ടോ വന്നത് നമ്മുടെ മക്കൾ ഓട്ടോയിൽ കയറി പോകലാണ് ഇന്നത്തെ വ്ളോഗ്. വന്ന പിന്നെ ബാക്കിയുള്ള പണികളൊക്കെയാണ് നമ്മുടെ.